പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടും ഇന്നേ ദിവസം ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുമസ് എന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ജനനത്തെ സംബന്ധിച്ചാണ് ലോകം ഇതിനെ ആഘോഷിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ക്രിസ്തുമസിൻ്റെ പ്രാധാന്യം? ക്രിസ്തുമസ് കൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വന്ന് ജനിക്കുന്നതാണ് വാസ്തവത്തിൽ ക്രിസ്തുമസ് എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ. യഥാർത്ഥ അർത്ഥം അതാണ്. വാസ്തവത്തിൽ ലോകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചതിനെയാണ് ലോകമനുഷ്യർ ഇതിനെ ആഘോഷമാക്കി കൊണ്ടാടുന്നതെങ്കിൽ, ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതുവരെയും കടന്നു വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ക്രിസ്തുമസ് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ യഥാർത്ഥമായ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കർത്താവ് ജനിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തുമസ്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് തൻ്റെ ഹൃദയത്തെ കൊടുക്കുമ്പോഴാണ് ആ ഹൃദയത്തിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന് വാസം ചെയ്യുന്ന ആ ഒരു ദിവസമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവത്തിൽ കർത്താവ് വന്ന് ജനിക്കുന്ന ആ ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വാസ്തവമായ ക്രിസ്തുമസ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ ഉയർത്തുന്നു എങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് കേവലം ഒരു ബാഹ്യപ്രകടനമായിട്ട് ലോകമനുഷ്യരൊക്കെയും ആഘോഷിക്കുമ്പോൾ, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനായിട്ട് അവൻ്റെ ജീവിതത്തെ കൊടുത്ത ആ ദിവസം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വാസം ചെയ്ത ആ ഒരു ദിവസം, അന്നാണ് ക്രിസ്തു വാസ്തവത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഹൃദയത്തിൽ ജനനം കൊള്ളുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ലോകമനുഷ്യർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള ജനനത്തെ ആഘോഷിക്കുമ്പോൾ, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ ജനിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇതുവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഒരു തിന്മയ്ക്ക് നിങ്ങളെ തൊടുവാൻ സാധിക്കത്തില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങളെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഒരിക്കലായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു നൽകി തന്നു. ആ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ പൈതലായി ജീവിച്ചുകൊണ്ട് നിത്യജീവന് അവകാശമാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഈ ഒരു ക്രിസ്തുമസ് ദിനമായിട്ട് ലോകം ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവമായിട്ട് ഒരു ക്രിസ്തുമസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർത്തപ്പെടുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നാം ഉയർത്തുകയാണെങ്കിൽ അതിൽ പരം ഹല്ലേലൂയ, സ്തോത്രം, ആഘോഷം വേറൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർത്തപ്പെടുന്നതാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർത്തപ്പെടുമ്പോൾ അത് മറ്റുള്ളവർ കാണുവാനായിട്ടിടയായിത്തീരും. അത് ലോകമനുഷ്യർ കാണുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമാകുന്ന ആ ഒരു വെളിച്ചത്തിനകത്തേക്ക്, ക്രിസ്തുവാകുന്ന ആ ഒരു വെളിച്ചത്തിനകത്തേക്ക് അനേകർ കടന്നു വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വെളിച്ചമാകുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
നിങ്ങളുടെ ജീവിതത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതുവരെയും കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയും അത് നിമിത്തം അനേകർ പ്രകാശപൂരിതമായി തീരുകയും ചെയ്യുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിക്കുകയും ആമേൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.